റിപ്പോർട്ടർ SIT ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി. കേന്ദ്ര ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയ അനർട്ടിൽ സ്മാർട്ട് സിറ്റി സോളാർ പദ്ധതിയുടെ മറവിൽ കോടികളുടെ വെട്ടിപ്പ്. കേന്ദ്രം നിശ്ചയിച്ച തുകയുടെ ഇരട്ടിയാണ് ടെൻഡർ നൽകിയത്. കേന്ദ്രം 100 കിലോ വാട്ടിന് നിശ്ചയിച്ചത് 36 ലക്ഷമായിരുന്നു. എന്നാൽ അനർട്ട് സ്ഥാപിച്ചത് 64 ലക്ഷം രൂപയ്ക്കാണ്. നിയമസഭാ രേഖകൾ റിപ്പോർട്ട് പുറത്തുവിടുന്നു. എന്നാൽ വിചിത്രവാദവുമായി അനർട്ട് CEO നരേന്ദ്രനാഥ് വേലൂരി രംഗത്തെത്തി. സ്ഥലം മാറുന്നതിനനുസരിച്ച് വില മാറുമെന്നാണ് വിശദീകരണം. TV പ്രസാദ് നമുക്കൊപ്പം. TV പ്രസാദ്, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിൽ കൃത്യമായി ആ മാനദണ്ഡം പറയുന്നുണ്ട്. അതിൽ ലംഘനമുണ്ടായിരിക്കുന്നുവെന്ന് രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? ഉറപ്പായും സുജിയ, അതായത് അനർട്ട് ഇവിടുത്തെ നോഡൽ ഏജൻസിയാണ്. കേരളത്തിലെ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി സോളാർ പാനൽ സ്ഥാപിക്കുന്നത് അനർട്ടാണ്. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി മാത്രമല്ല, പല പദ്ധതികളിലും സർക്കാർ സ്ഥാപനങ്ങളുടെയും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും എല്ലാം സോളാർ പാനൽ സ്ഥാപിക്കുന്നത് അനർട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനിടയിലാണ് സ്മാർട്ട് സിറ്റിയുടെ ഒരു വലിയ പ്രൊജക്റ്റ് വരുന്നത്. 120 കോടിയിലേറെ രൂപയുടെ പ്രൊജക്റ്റാണ് നോഡൽ ഏജൻസി എന്ന നിലയിൽ സ്മാർട്ട് സിറ്റി അനർട്ടിന് കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇപ്പോൾ 514 വർക്കുകളാണ് കൊടുത്തത്. അങ്ങനെ 101 കോടി രൂപ ഇതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. ഈ പണം ചെലവഴിച്ചതിൻ്റെ വിശദാംശത്തിലാണ് ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നിയമസഭയിൽ കൊടുത്ത മറുപടിയിലാണ് ഇക്കാര്യത്തിൽ ഗുരുതരമായ ഒരുപാട് കാര്യങ്ങളുള്ളത്. കൃഷ്ണൻകുട്ടിയാണ് മന്ത്രി. വൈദ്യുതി വകുപ്പിൻ്റെ കീഴിലാണ് അനർട്ട് വരുന്നത്. ഇത് പ്രകാരം സുജയ, കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടായതുകൊണ്ട് തന്നെ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് ഒരു റേറ്റ് അത് കേന്ദ്രം നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ പാരമ്പര്യേത ഊർജ്ജ മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ റേറ്റ് പ്രകാരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൊട്ടേഷൻ കൊടുക്കേണ്ടത്, ടെൻഡർ ക്ഷണിക്കേണ്ടത്. പക്ഷേ എങ്ങനെയാണ് TV പ്രസാദ് ഇപ്പോൾ പറഞ്ഞ കണക്കിലേക്ക് തന്നെ ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഇവിടെ കേന്ദ്രം 100 കിലോ വാട്ടിന് നിശ്ചയിച്ചത് 36 ലക്ഷമാണെങ്കിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ 64 ലക്ഷം രൂപയ്ക്ക് സ്ഥാപിക്കുമ്പോൾ 28 ലക്ഷത്തിന്റെ വ്യത്യാസം അവിടെ തന്നെ ഉണ്ടാവുകയാണ്. അതെങ്ങനെ സാധ്യമാകും? അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് സുജയ. അതിലേക്കാണ് ഞാൻ വന്നതും. അതായത് പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയം 1 കിലോ വാട്ടിന് ഇത്ര രൂപ, 1 കിലോ വാട്ട് മുതൽ 2 കിലോ വാട്ട് വരെ ഇത്ര രൂപ, അങ്ങനെ ഓരോ കിലോ വാട്ടും ഇത്ര രൂപയായിരിക്കണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. അത് പ്രകാരം മാത്രമേ ഇവിടുന്ന് ചെയ്യാനും പാടുള്ളൂ. കാരണം കേന്ദ്രമാണ് പണം എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഈ ബെഞ്ച് മാർക്ക് കോസ്റ്റ് എന്നുള്ളത് അനർട്ട് തീരെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ കാര്യം.